എന്താ നേതാവ് ഇങ്ങനെ തപ്പുന്നത്? ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞൊരു പ്രസ്താവനയെ ഞാനെല്ലാം എഴുതി വെച്ചായിരുന്നു. അത് നോക്കുന്ന കാണാനില്ല. അതെന്തിനാ? അതിന്റെ ആവശ്യമുണ്ട്. കിട്ടി. ഏറ്റവും രസകരമായ കാര്യം പച്ചക്കള്ളമാണ് ഈ മന്ത്രി പറഞ്ഞത്. ഞാൻ അവിടെ വിളക്കോളജി പോകുന്നതല്ലാതെ അവിടെ പ്രസംഗിച്ചിട്ടില്ല. പച്ചക്കള്ളം പറയണം. ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ സ്വാഭാവികമായ വിലക്കയറ്റം ഉണ്ടാവും, കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും മാർക്കറ്റിൽ. അപ്പോഴാണ് സപ്ലൈകോയുടെ പ്രസക്തി. മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തുക. സാധനങ്ങളൊക്കെ എല്ലാം വന്നു. ആ സാധനങ്ങളെല്ലാം വന്ന് ആളുകൾ വന്ന് കയറുമ്പോഴാണ് ഈ സപ്ലൈകോ സജീവമാകുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നത്. മന്ത്രി പച്ചക്കള്ളമാണ് പറയുന്നത്. ഞാൻ അവിടെ ഒരു യോഗം ഉണ്ടായിട്ടില്ല, അവിടെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു വൈകിയാണ് ഞാൻ ചെന്നത്. അപ്പോൾ അവിടെ യോഗം ക്യാൻസൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു, കാരണം സമയം വൈകിയതുകൊണ്ട്. എങ്കിലും ഞാൻ പോരാൻ നേരത്ത് അവരെന്നോട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞു. യോഗമില്ലാതെ ഞാൻ 1 മിനിറ്റ് സംസാരിച്ചത് ശരിയാണ്. അത് എൻ്റെ ഓർമ്മ ഞാൻ സംസാരിച്ചു. ഞാൻ മന്ത്രി പച്ചക്കള്ളം പറയാണെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പ്രകോപനം കൊണ്ട് പറഞ്ഞതാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അല്ല പ്രതിപക്ഷ നേതാവേ, ഈ ആദ്യം പറഞ്ഞത് പിന്നീട് മാറ്റി പറഞ്ഞാ അതൊരു പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നടോ, ഇതിപ്പം കുറെ നാളായില്ലേ തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ ആദ്യം ഒരു പ്രസ്താവന അങ്ങ് ഫുൾ കോൺഫിഡൻസിൽ വന്ന് പറയും. അത് കട്ട് ചെയ്ത് BGM ഒക്കെ ഇട്ട് വൈറലാക്കാനൊക്കെ നമുക്ക് പിള്ളേരുണ്ട്. പിന്നെ അത് മാറ്റി പറയും. പക്ഷെ മാറ്റി പറയുമ്പോൾ കിട്ടുന്നൊരു മനസ്സുകൊണ്ട്. കഴിഞ്ഞ സപ്ലൈകോ പ്രസ്താവന മാറ്റിയപ്പോൾ കുറച്ച് നാള് പ്രതിപക്ഷ നേതാവ് എയറിലായിരുന്നു. അതുകൊണ്ട് ഒരു തീരുമാനം എടുത്തു. എന്താണെന്നല്ലേ, ഇനിയിപ്പോൾ പറഞ്ഞ കാര്യം മാറ്റി പറയില്ല. പകരം ഒരു വിൻറ്റേജ് ഐഡിയ ഇറക്കാമെന്ന് കരുതി. എന്തേലും വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഒരടിസ്ഥാനം ഇല്ലാണ്ട് കാര്യങ്ങൾ വിളിച്ചു പറയാം. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ആളുകളാണ് സർക്കാരിലും ദേവസ്വം ബോർഡിലും ഇരിക്കുന്നത്. അയ്യപ്പന്റെ 4 കിലോ സ്വർണ്ണം അടിച്ചു മാറ്റി. അതിന്റെ പാപം മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് അയ്യപ്പ സംഗമമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് പിന്നെ ലൈഫ് ആകുമ്പോൾ കുറച്ച് ഫണ്ണൊക്കെ വേണമെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ട്രാക്ക്. പിന്നെ 10 കൊല്ലത്തോളമായി പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട് ഒരു സുഖമില്ല. പിന്നെ പറഞ്ഞത് മാറ്റി പറയും. പച്ചക്കള്ളം വളരെ ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യും. ക്വയറ്റ് നാച്ചുറൽ. പിന്നെ ശബരിമലയിൽ വികസനം കൊണ്ടുവരിക എന്നൊക്കെയുള്ള സർക്കാരിൻ്റെ നിലപാട് അക്സെപ്റ്റ് ചെയ്യാൻ പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് സതീഷ് ജിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചത് സർക്കാരാ എന്നങ്ങ് പറയും. അതും ദേവസ്വം ബോർഡ് കൂടി ഒന്നിച്ചിട്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ ചാർജ് ആകുമെന്നാണ് സതീഷ് കരുതിയെങ്കിലും ഒന്നും നടന്നില്ല. പതിവ് പോലെ അതും പൊളിഞ്ഞു. സ്വർണ്ണപീഠം വീട്ടിൽ കൊണ്ടുവച്ചത് എന്ന് വെളിപ്പെടുത്തി സ്പോൺസർ ഉണ്ണികൃഷ്ണന്റെ സഹോദരി ഷീൽഡ് ആണെന്ന് പറഞ്ഞ് 25-ാം തീയതി, അതായത് ആഗോള അയ്യപ്പ സംഗമം തുടങ്ങുന്നതിന് മുമ്പ് ആണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പീഠം വീട്ടിലെത്തിച്ചതെന്ന് സഹോദരി മിനി. വീണ്ടും പാളി, അത്ര തന്നെ. ഈ സ്വർണ്ണപീഠം വീട്ടിൽ കൊണ്ടുവന്നത് സ്പോൺസറായ ഉണ്ണികൃഷ്ണനാണെന്ന് സഹോദരി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സതീഷിന്റെ ട്രൈ അങ്ങനെ വീണ്ടും പാളിയിരിക്കുകയാണ് ഗൈസ്. വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്ത് വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളൂടെ അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പൊ ഈ ഒരു സാധനം സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. വരുന്നവരാരെങ്കിലും വന്ന് എടുത്തോണ്ട് പോകും. അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പൊ അന്ന് ആരും വന്നില്ല. ഇന്നലെയും വന്നില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവര് വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അവനെ ഉടനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ കയ്യിലാണ് ഇരുന്നത്. നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നും. ഇത് 3-4 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ സതീഷിയുടെ കള്ളം കേൾക്കുന്നത് കേരളത്തിലുള്ളവർക്ക് പുത്തിരിയൊന്നും ഇല്ലല്ലോ. അതും ആ സ്പെറ്റിൽ തന്നെ എടുത്താൽ മതി. വയ്യാത്ത ഒരു മനുഷ്യന്റെ കുറച്ച് കുറുമ്പുകൾ. പിന്നെ എല്ലാ മാസവും എന്തേലൊക്കെ പറയണ്ടേ. ഇവിടെ ആണെങ്കിൽ റീലൊക്കെ ഇറക്കാൻ കോൺഗ്രസിന്റെ സൈബർ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കണ്ടന്റ് ഇല്ലാതിരിക്കണേണ്. അത് മനസ്സിലാക്കി ഒരു കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലീഡറിന്റെ മനസ്സ് നിങ്ങൾ കാണാതെ പോരുത്. ആകെ തളർന്നിരിക്കുകയാണ്. അതിപ്പോൾ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും എൽഡർ കോൺഗ്രസ് ആണെങ്കിലും. കോൺഗ്രസിനെതിരെ ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല. മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഒക്കെ വെളുപ്പിച്ചെടുക്കാൻ പെടുന്ന പാടൊക്കെ ആ മനുഷ്യനെ അറിയൂ. ഇനി ശ്രദ്ധ തിരിക്കാൻ ചെയ്യാനൊന്നും ബാക്കിയില്ല എന്നാണ് കേൾക്കണേ. പിന്നെ അതിൻ്റെ ഇടയിൽ കള്ളം പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വരല്ല കേട്ടോ നിങ്ങൾ. കുറച്ചൊക്കെ ഉളുപ്പ് ഏത് മനുഷ്യനായാലും കാണും. അതുകൊണ്ട് തന്നെ ഗ്യാപ്പിട്ട് കള്ളങ്ങൾ പറയാൻ സതീഷ് ശ്രദ്ധിക്കുമെന്നാണ് വിവരം. ഇനി അടുത്ത മാസം അടുത്ത കള്ളവുമായി സതീഷ് വരുമ്പോൾ കാണാം. ഓക്കെ, ബായ്.